പോപ്പ് ലിയോ പാപ്പയുടെ ശമ്പളവും ആനുകൂല്യങ്ങളും എത്രയാണെന്നറിയോ? അതായത് ആഗോള കത്തോലിക്ക സഭയുടെ 267ാമത് അധ്യക്ഷനായി ഈ മാസം 8-നാണ് കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രൊവോസ്റ്റിനെ തെരഞ്ഞെടുത്തത്. പാപ്പയുടെ സ്ഥാനത്തെത്തുന്ന ആദ്യ അമേരിക്കക്കാരൻ കൂടിയാണ് ഇദ്ദേഹം. 18-നാണ് പാപ്പയുടെ സ്ഥാനാരോഹണം നടക്കുന്നത്. പാപ്പ എന്ന സ്ഥാനത്തിന് വലിയ ആത്മീയ പ്രാധാന്യമുണ്ട്. എന്നാൽ ഈ സ്ഥാനം വഹിക്കുന്നവരുടെ ശമ്പളത്തെക്കുറിച്ചും ആനുകൂല്യങ്ങളെക്കുറിച്ചും ഭൂരിഭാഗം പേർക്കും വലിയ ധാരണയില്ല. ആത്മീയ സ്ഥാനം വഹിക്കുന്നവർക്ക് കനത്ത ശമ്പളം ആനുകൂല്യങ്ങളുമൊക്കെ ഉണ്ടാകുമോ എന്ന ചോദ്യമാണ് പലരും ചോദിക്കുന്നത്. 2013 മുതൽ 2025 ഏപ്രിൽ 21 വരെ പാപ്പയുടെ സ്ഥാനം വഹിച്ച ഫ്രാൻസിസ് എളിമയുള്ള ജീവിതശൈലിക്ക് ഉടമയായിരുന്നു. ആഡംബരങ്ങൾ അദ്ദേഹം നിരസിച്ചിരുന്നു. വ്യക്തിപരമായ വരുമാനമൊന്നും കൈപ്പറ്റാതെയാണ് അദ്ദേഹം പാപ്പയുടെ സ്ഥാനം വഹിച്ചത്. സേക്രഡ് ഹാർട്ട് യൂണിവേഴ്സിറ്റിയിലെ കത്തോലിക്ക സ്റ്റഡീസ് പ്രൊഫസറായ ഡാനിയൽ റോബിൻ്റെ അഭിപ്രായത്തിൽ ലിയോ 14-മൻ പാപ്പയ്ക്ക് പ്രതിമാസം ഏകദേശം $33,000 വരുമാനമായി ലഭിക്കും. ഇത് ഏകദേശം 28,18,860 ഇന്ത്യൻ രൂപ വരും. അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ശമ്പളത്തിന് തുല്യമായിരിക്കും പാപ്പയുടെ ശമ്പളം. ശമ്പളത്തിന് പുറമെ 24 മണിക്കൂറും ഭക്ഷണം, വ്യക്തിഗത വാഹനം, സ്വകാര്യ ഫാർമസി തുടങ്ങിയ ആനുകൂല്യങ്ങൾ ലഭിക്കും. വത്തിക്കാനിൽ മാത്രം ലഭ്യമായ മറ്റ് ആനുകൂല്യങ്ങൾ വേറെയും ലഭിക്കും. പാപ്പയുടെ സ്ഥാനത്ത് നിന്ന് വിരമിച്ചാൽ മാസത്തിൽ പെൻഷനായി മാത്രം 2 ലക്ഷം രൂപയോളം ലഭിക്കും. ഇതിനു പുറമെ താമസം, ഭക്ഷണം, ഹൗസ് കീപ്പിംഗ് ചെലവുകൾക്കുള്ള പണവും ലഭിക്കും. അതേസമയം പുതിയ പാപ്പ നിർദ്ദിഷ്ട ശമ്പളം സ്വീകരിക്കുമോ എന്ന് ഇപ്പോഴും വ്യക്തമല്ല. പരമ്പരാഗതമായി പാപ്പമാർക്ക് താമസ സൗകര്യം ഒരുക്കുന്നത് ഗ്രാൻഡ് അപ്പസ്തോലിക് പാലസിലാണ്. എന്നാൽ ഫ്രാൻസിസ് പാപ്പ വളരെ ലളിതമായ ഡോമസ് ഗസ്റ്റ് ഹൗസാണ് താമസത്തിന് തെരഞ്ഞെടുത്തത്. ലിയോ 14 മാർപ്പാപ്പ തൻ്റെ അമേരിക്കൻ പൗരത്വം ഉപേക്ഷിച്ചില്ലെങ്കിൽ ഒരു പുരോഹിതൻ എന്ന നിലയിലും ഒരു വിദേശ രാജ്യത്തിൻ്റെ തലവൻ എന്ന നിലയിലും അദ്ദേഹത്തിന് അസാധാരണമായ നികുതി ബാധ്യതകൾ നേരിടേണ്ടി വന്നേക്കാം. പല രാജ്യങ്ങളും വിദേശത്തുള്ള പൗരന്മാരെ നികുതിയിൽ നിന്ന് ഒഴിവാക്കാറുണ്ട്. എന്നാൽ US അങ്ങനെ ചെയ്യുന്നില്ല. അതിനർത്ഥം ലിയോ 14-മൻ പാപ്പയ്ക്ക് നികുതി നൽകേണ്ടി വരുമെന്ന് തന്നെയാണ്.